ഹലോ! ക്രിസ്മസൊക്കെ ആവാറായില്ലേ? അപ്പോൾ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീയും സ്റ്റാറൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യണ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വെറൈറ്റി ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ എടുത്ത പേപ്പറിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് അത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രീക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ട്രീയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള ഒരു ബ്രൗൺ പേപ്പറാണ്. ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതും അതേ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് അറ്റത്ത് നമ്മൾ കുറച്ച് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അധികം നീളത്തിൽ കട്ട് ചെയ്യേണ്ട, ചെറിയ ചെറിയ കട്ടുകളായിട്ട് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ എല്ലാ പീസും ബാക്കിലേക്കാക്കിയിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പശ തേച്ചിട്ട് നമ്മുടെ ട്രീൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ചാൽ മതി. അത് തന്നെ ഒട്ടിക്കോളും. പിന്നെ നമ്മളിവിടെ ഈ 2 കളർ പേപ്പർ എടുക്കുമ്പോഴും കുറച്ച് കട്ടിയുള്ള പേപ്പർ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ വാങ്ങാൻ നോക്കുക. കാരണം സാധാ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നിൽക്കില്ല, അത് തന്നെ വീഴും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് ഡാർക്ക് കളർ പേപ്പർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ 2 അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പേപ്പർ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. നമ്മുടെ ട്രീക്ക് ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് മുഴുവനും ചെയ്യണം. അപ്പോൾ കുറച്ചധികം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ട്രീയിൽ ചുറ്റും ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ട്രീനെ ഇതുകൊണ്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ആവാം. അപ്പോൾ ഞാൻ അതിന് കുറച്ച് തെർമോക്കോൾ ബോൾസ് ആണ് നമ്മുടെ ട്രീമിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊന്ന് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കുറച്ചധികം തെർമോക്കോൾ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പേപ്പർ സ്റ്റാർ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പേപ്പർ സ്റ്റാർ വെച്ചപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ട്രീയുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യണമെന്ന് നോക്കാം. അടുത്തതും ഇതേപോലെ ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സ്നോമാൻ ആണ്. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ ഇതേപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ മിഡിലിൽ വേറൊരു പീസ് ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അത് എല്ലാ സൈഡിലും ഇതേപോലെ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനൊരു 3 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഒട്ടിച്ച പോലെ തന്നെ മുകളിലും 2 അറ്റം ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സ്നോമാൻ്റെ ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ ഇങ്ങനെ കാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 പീസ് എടുത്തിട്ട് അറ്റത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ സ്പ്രിങ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പേപ്പർ സ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കൂലേ, അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പ്രിങ് പോലത്തെ സംഭവം കിട്ടും. അത് നമ്മുടെ സ്നോമാൻ്റെ ബോഡിയുടെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കുക. ഇനി നമുക്ക് സ്നോമാന് ഒരു തൊപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ റെഡ് കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വൈറ്റ് കളർ ഇങ്ക് കൊണ്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് കളർ ഇങ്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വൈറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ വരച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ കുറച്ച് ഡിസൈന് നമ്മുടെ തൊപ്പിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്നോമാൻ്റെ തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്നോമാൻ്റെ ഫേസ് ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്നോമാൻ്റെ ഫേസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൽ നമ്മൾ എപ്പോഴും ക്യൂട്ട്നെസ് ആക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ കൊണ്ട് വരച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നോമാൻ്റെ തലയിൽ ഇതേപോലെ തൊപ്പി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ തൊപ്പിയുടെ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്നോമാൻ്റെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ സ്പ്രിങ് ഇല്ലേ, അതിൻ്റെ മുകളിൽ സ്നോമാൻ്റെ ഫേസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ ഇരിക്കില്ല, ഇതേപോലെ നിലത്തേക്ക് വീഴും. അപ്പോൾ ഞാൻ അതിനെ ഒരു സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് നമ്മുടെ സ്നോമാൻ ഒരു സ്കാർഫ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്നോമാൻ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സ്നോമാനെ തൊട്ട പണിയാണ്. ആ ക്രിസ്മസ് ട്രീയും എല്ലാതും അതിനെ തൊട്ടിട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നു. സ്നോമാനും ഒരുത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് കൈ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈയൊക്കെ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെങ്ങനെയെങ്കിലും ഇരുത്താൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് എപ്പോഴും ആ ക്യാൻഡിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കട്ടിയുള്ള ബ്രൗൺ പേപ്പർ ഇല്ലേ, അതെടുത്തിട്ട് നമ്മുടെ സ്നോമാനെ ഫുള്ളായിട്ടൊന്ന് അതുപോലെ ഒട്ടിച്ചു വെച്ച് കൊടുത്തു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ആളെ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്, തല ആട്ടുന്നുമുണ്ട്, വലിയ കുഴപ്പമില്ല.
അപ്പോൾ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ കാട്ടിക്കോളും, വീഴേയില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ ഒരു സ്റ്റാർ ഉണ്ടാക്കാം. ഇത് പേപ്പർ സ്ട്രോ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്ട്രോ ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് സ്ട്രോ പോലെ ആക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ 5 സ്ട്രോ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എത്ര സൈസിലുള്ള സ്റ്റാർ വേണം ആ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മുടെ ആ 5 പീസും ഇതേപോലെ നൂലിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഞാൻ ആദ്യം കൈ കൊണ്ടാണ് ചെയ്തത്, പിന്നെയാണ് സൂചി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് സൂചി കൊണ്ട് ചെയ്തത്. എന്നാലും ഒരെണ്ണം കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബുദ്ധി ഓടിയത്. അങ്ങനെ ഞാനൊരു സൂചി എടുത്തിട്ട് ചടപടേന്ന് പെട്ടെന്ന് 5 എണ്ണവും ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടറ്റത്തും ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ, ഈ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്പിളാണ്. ഇതേപോലെയൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. പിന്നെ ഞാൻ സ്പീഡിലൊന്നും കാണിക്കുന്നില്ല, പതുക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടിപൊളിയായിട്ട് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയും ക്രിസ്മസിലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വെറും തുടക്കം മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത 3 ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.